ഫസ്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്താണ് നോക്കാം. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് തോട്ട്സ്, ഐഡിയാസ്, ഇമോഷൻസ് ടു അനദർ പേഴ്സൺ. ചിലപ്പോൾ അതൊരു വ്യക്തിയോടായിരിക്കാം, ചിലപ്പോൾ ഒരു പബ്ലിക്കിലോടായിരിക്കാം. നമ്മുടെ ചിന്തകളും നമ്മുടെ തോട്ട്സും നമ്മുടെ ഐഡിയാസും ഇമോഷൻസ്, വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ടോ മറ്റുള്ള വ്യക്തികളിലോട്ടോ ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ്റെ 2 ഡെഫിനിഷൻ വേണം പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഡെഫിനിഷൻ, കമ്മ്യൂണിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ്, ഐഡിയാസ്, ഇമോഷൻസ്, ഫീലിങ്സ് എക്സെട്ര. ഇതാരാണ് പറഞ്ഞത്? മേരി ഹുയി. ഇനി രണ്ടാമത്തത് ആൻ്റണി ഗ്രോഷ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ അതൊരു ഇൻ്റർപേഴ്സണൽ പ്രോസസ്സാണ്. 2 വ്യക്തികളുടെ ഇടയിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ആൻ ഇൻ്റർപേഴ്സണൽ പ്രോസസ് ഇൻ വിച്ച് നമ്മൾ വേർബലായിട്ടും നോൺ വേർബലായിട്ടും സിമ്പിൾസ്, അതായത് വേർബൽ സിമ്പിൾസും നോൺ വേർബൽ സിമ്പിൾസ് ആയിട്ടുള്ള നമ്മുടെ ഗെസ്റ്റർ, നമ്മുടെ നമ്മുടെ ഗെസ്റ്റേഴ്സ്, നമ്മൾ കറക്റ്റായിട്ട് പോസ്റ്റർ, ചിലപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു കുത്തിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് നമ്മൾ പറയുന്ന കാര്യം മറ്റേ ആൾക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന്. അതാ ഇംപ്രോപ്പർ ഗെസ്റ്റർ കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ എന്താണ് നമ്മുടെ ആൻ്റണി ഗ്രോഷ പറഞ്ഞത്? കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ ഇൻ്റർപേഴ്സണൽ പ്രോസസ് ഇൻ വിച്ച് വേർബൽ ആൻഡ് നോൺ വേർബൽ സിമ്പിൾസ്, വേർബൽ സിമ്പിൾസ് ഉണ്ട്, നോൺ വേർബൽ സിമ്പിൾസ് ഉണ്ട്. നോൺ വേർബൽ സിമ്പിൾസ് വരുന്നതാണ് നമ്മുടെ ഗെസ്റ്റേഴ്സും പിന്നെ ബോഡി ഗെസ്റ്ററും ഫേഷ്യൽ ഗെസ്റ്റേഴ്സ് എല്ലാം. ഇതെല്ലാം 2 വ്യക്തികളുടെ ഇടയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഷെയർഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ബൈ 2 or more people. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സിൽ വരുന്നതാണ് സെൻറ്റർ, ദെൻ ഡീകോഡർ, അല്ലെങ്കിൽ ആദ്യം സെൻറ്റർ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നുണ്ട്. ഐ ആം ദ സെൻറ്റർ ആൻഡ് യു ആർ ദ റിസീവർ. ഞാൻ സെൻറ്ററും നിങ്ങൾ റിസീവറുമാണ്. ഞാൻ എന്താണ് നിങ്ങൾക്ക് തരുന്നത്? മെസ്സേജാണ്. ഞാനൊരു ചാനലിൽ കൂടെ അല്ലേ മെസ്സേജ് തരുന്നത്. സോ സെൻറ്റർ, റിസീവർ, മെസ്സേജ് ആൻഡ് ചാനൽ. Sender or the encoder encode the message. For example, നമ്മുടെ എന്താ പറയുന്നത്, ഇതിൻ്റെ ഒരു നമുക്കിപ്പോൾ നമ്മുടെ ഐഡിയാസ്, തോട്ട്സ്, ഇമോഷൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഞാൻ മെസ്സേജിനെ എൻകോഡ് ചെയ്യുന്നത്. വേറസ് ഈ പറയുന്ന റിസീവർ, നിങ്ങൾ യു ആർ ദ ഡീകോഡർ ഹു ഡീകോഡ് ദ മെസ്സേജ്. നിങ്ങൾ മെസ്സേജിനെ ഡീകോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഷെയർഡ് ആയിട്ടുള്ള തോട്ട്സും ഐഡിയാസും ഇമോഷൻസും എല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. ചിലപ്പോൾ ഞാൻ സെൻഡ് ചെയ്യുന്നത് ഒരു നോട്ട്ബുക്ക് കാണിച്ചിട്ടായിരിക്കും. അപ്പം നിങ്ങളത് വേർഡ്സ് മനസ്സിലാക്കുന്നുണ്ട്. സോ യു ആർ ഡീകോഡിങ് ഇറ്റ്. ഇനി എന്താണോ സെൻഡ് ചെയ്യുന്നത് ആ സ്റ്റിമുലസിനെ വിളിക്കുന്ന പേരാണ് മെസ്സേജ്. മെസ്സേജ് ആർ ദ സ്റ്റിമുലസ് വിച്ച് ഇസ് സെൻഡ് ബൈ ദ അതായത് സെൻഡർ അയച്ചതോ അല്ലെങ്കിൽ എൻകോഡ് ബൈ ദ എൻകോഡർ ആൻഡ് ഡീകോഡ് ബൈ ദ ഡീകോഡർ. ഇനി ആ ഒരു ദ മീഡിയം ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫോർമേഷൻ ഓർ ദ സ്റ്റിമുലസസ് ഇസ് കോൾഡ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്? സെൻഡർ ഉണ്ട്, ദെൻ റിസീവർ ഉണ്ട്, മെസ്സേജ് ഉണ്ട് ആൻഡ് ചാനൽ. ഇനി നിങ്ങൾ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവസാനം ഇപ്പോൾ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് ഫീഡ്ബാക്ക്. ഞാൻ കൃത്യമായിട്ട് നിങ്ങളിൽ നിന്ന് ആ ഒരു മറുപടി കിട്ടി, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ പറഞ്ഞു, ദാറ്റ്സ് എ ഗുഡ് ഫീഡ്ബാക്ക്. നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. നിങ്ങൾ കറക്റ്റായിട്ടോട് ആൻസർ പറയുകയാണെങ്കിൽ ഇറ്റ്സ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പല ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണുള്ളത്. ഓക്കെ. ആദ്യം നമ്മളൊരു സ്റ്റാൻഡേർഡായിട്ട് 2 എന്താ പറയുന്നത്, ഫോർമൽ കമ്മ്യൂണിക്കേഷനുണ്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനുണ്ട്. ഫോർമൽ കമ്മ്യൂണിക്കേഷന് ഇൻ്റർവ്യൂവിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഇറ്റ്സ് എൻ ഒഫീഷ്യലി ഓർഗനൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തേക്കും. ഇറ്റ്സ് എ പ്ലാൻഡ് ഓർഗനൈസ്ഡ്ലി സ്ട്രക്ചേർഡ് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡിങ്
ആൻഡ് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഇൻ്റർവ്യൂ, പിന്നെ മീറ്റിംഗ്, കോൺഫറൻസ്. ഇവിടെയൊക്കെ ഉള്ളൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് വേണ്ടുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ് ഹൂ വി നോ. ഇപ്പം നമ്മൾ ഗോസിപ്പ് പറയുന്നത്, ഗോസിപ്പൊക്കെ നമുക്ക് ഒരിക്കലും പോയി വി കനോട്ട് ടെൽ ഡ്യൂറിങ് എ കോൺഫറൻസ്. അവിടെ ഒരു ഫോർമലായിട്ടുള്ള സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ആണെങ്കിൽ ഇവിടെ ദർ ഇസ് നോ സ്ട്രക്ചർ, ദർ ഇസ് നോ ഫോർമാറ്റ് ആൻഡ് എന്താണ് കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്ററാണ് ബിറ്റ്വീൻ ആ പിയർ ഗ്രൂപ്പ്. ഓക്കെ, സോ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഇസ് ദ ബേസ്ഡ് അപ്പോൺ ദ ഡെലിവറി ഓഫ് ദ ഇൻഫർമേഷൻസ്. രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് വേർബൽ കമ്മ്യൂണിക്കേഷനും രണ്ടാമത്തത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ എന്താണ് ചീഫ് വെഹിക്കിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വേറസ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനകത്ത് വി യൂസ് ഗെസ്റ്റേഴ്സ്, ഫേഷ്യൽ ഗെസ്റ്റേഴ്സ്, നമ്മുടെ പോസ്റ്റർ, ബോഡി ലാംഗ്വേജ്, ദെൻ ഐ മൂവ്മെൻറ്റ്, ദെൻ നമ്മുടെ ലിപ്സിൻ്റെ മൂവ്മെൻറ്റ്. ഇതെല്ലാമാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്തതാണ് ബേസ്ഡ് അപ്പോൺ ദ ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനുണ്ട്, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷനുണ്ട്. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ രണ്ട് വ്യക്തികളുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ ഇസ് കോൾഡ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ക്യാൻ ബി അവർ ഫ്രണ്ട്സ്, അവർ ഫാമിലി, വട്ടെവർ. അടുത്തതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ വിത്തിൻ ആർസെൽസ്, നമ്മളിൽ തന്നെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രയേഴ്സ് ഒക്കെ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ് പറയുന്നത്. ഓക്കെ, ദെൻ സെൽഫ് ടോക്ക്, ഇൻറ്റേർണൽ ഡയലോഗ്, ഇതെല്ലാം എന്തിലാണ് വരുന്നത്? ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനകത്താണ് വരുന്നത്. അടുത്തതാണ് ദ പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ. വൺ വേ കമ്മ്യൂണിക്കേഷനുണ്ട്, ടു വേ കമ്മ്യൂണിക്കേഷനുണ്ട്. അപ്പം ഞാൻ മാത്രമാണ് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് എ ലെക്ചർ ഫോമാറ്റ്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇറ്റ്സ് ലെക്ചർ ഫോമാറ്റ്. അല്ലാതെ നിങ്ങളും കൂടി ഇൻ ബിറ്റ്വീന് പറയുവാണ്. ഇപ്പോൾ ലൈവിൻ്റെ ഇടയിലാണ് നിങ്ങൾ ആൻസർ പറയുന്നതെങ്കിൽ നിങ്ങളവിടെ നിങ്ങളുടെ പ്രോസസ്സ് ഓഫ് പഠനം നടത്തുവാണ്. ഇപ്പം ലിറ്ററലി നിങ്ങൾ പഠിക്കുകയാണ്. അപ്പം ഇറ്റ്സ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ എന്നോട് പറയുന്നുണ്ട് തിരിച്ച് ആൻസർ. ഓക്കെ, ഇറ്റ്സ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ. അടുത്തയാണ് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ കമ്മ്യൂണിക്കേഷന്. ഇതൊക്കെയാണ്. ഒന്നാമത്തത് ഫിസിക്കലുണ്ട്, നമ്മുടെ സൈക്കോളജിക്കൽ ബാരിയറുണ്ട്, എൻവയൺമെൻറ്റൽ ബാരിയറുണ്ട്, ദെൻ സോഷ്യോ കൾച്ചറൽ, പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട്. ആദ്യത്തെയാണ് ഫിസിക്കൽ ബാരിയേഴ്സ്. അപ്പം ഫിസിക്കലായിട്ടുള്ള ബാരിയേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് മെമ്മറി പവർ കുറവാണെങ്കിലോ, നമ്മുടെ ഐ ക്യു കുറവാണ്, ഇൻ്റലക്ച്വൽ കോഷ്യൻ്റ് സ്കില്ല് കുറവാണ്. ഇപ്പം മെമ്മറി കുറവ്, ഇൻ്റലക്ച്വൽ സ്കില്ല് കുറവ്, അതെല്ലാം പുവറായിട്ടുള്ള സെൻസറി ഇമ്പയർമെൻ്റ് ആണെങ്കിൽ ഒക്കെ ഫിസിക്കലിനകത്താണ് വരുന്നത്. രണ്ടാമത്തത് മെൻ്റൽ എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഒരു സ്ട്രെസ്സായിട്ടിരിക്കുക, നമ്മൾ ഭയങ്കര ആൻഷ്യസ് ആയിട്ടിരിക്കുക, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക. അപ്പോഴത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കും ഇല്ല. ദാറ്റ് ഈസ് ഓൾസോ എ ബാരിയർ. സോ ഫിസിക്കലിനകത്ത് വരുന്നത് നമ്മുടെ മെമ്മറി പവർ കുറയുന്നതും ഐ ക്യു കുറയുന്നതും ദെൻ പുവർ സെൻസേഷനൊക്കെ പറയുന്നുണ്ട്. വേറാസ് നമ്മുടെ സൈക്കോളജിക്കൽ അഥവാ മെൻ്റലിനകത്ത് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സ്, വെറീസ്, ആൻസൈറ്റീസ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇനി എൻവയൺമെൻറ്റ്. നമ്മൾ ഭയങ്കര ശബ്ദത്തിരുന്നു, ആ ശബ്ദമുണ്ട്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും കേൾക്കും ഇല്ല. അപ്പം നോയ്സ് ഒരു കാര്യമാണ്. പ്രോപ്പറായിട്ട് ലൈറ്റില്ല. ഞാൻ ഇരുട്ടത്തിരുന്ന് ഒരാളുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർക്ക് എന്തെങ്കിലും മനസ്സിലാവും ഇല്ല. അപ്പം ഓഫ് കോഴ്സ് ലൈറ്റ് ഒരു പ്രശ്നമാണ്, നോയ്സ് ഒരു പ്രശ്നമാണ്, പ്രോപ്പറായിട്ട് വെന്റിലേഷൻ, നമുക്ക് ശ്വാസം പോലും കിട്ടുന്നില്ല, ഭയങ്കര ഇടിഞ്ഞ റൂമാണെന്നുണ്ടെങ്കിൽ നോ, പാടാണ് നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ദെൻ സോഷ്യോ കൾച്ചറൽ, നമ്മുടെ നോംസ്, നമ്മുടെ കൾച്ചർ, നമ്മുടെ എക്കണോമിക്സ്, വാല്യൂസ്, ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് റിലേറ്റഡ് ബാരിയേഴ്സ്. നമുക്ക് പുവറായിട്ടുള്ള സ്കില്ലുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് അവിടെ നടക്കൂല. സോ ഇവിടെ പറഞ്ഞു വന്നത് കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു, എന്തൊക്കെ പ്രോസസ്സാണെന്ന് പറഞ്ഞു, എന്തൊക്കെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ ഡെലിവറി, ബേസ്ഡ് അപ്പോൺ ദ ലെവൽസ് ഡിസ്കസ് ചെയ്തു. ദെൻ
പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, എന്തെങ്കിലും സംശയമാണെങ്കിൽ ചോദിക്കണം കേട്ടോ.